ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOS 185-ൻ്റെ ബ്ലോക്ക് 2-ലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. യൂണിറ്റ് 5 ആണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ. ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് എന്നാൽ എന്താണ്? എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈസ് എ ഫേവറബിൾ സിറ്റുവേഷൻ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുവാൻ വേണ്ടിയുള്ള ഫേവറബിൾ സിറ്റുവേഷനെയാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് മാർക്സ് അറ്റ് ദ ബിസിനസ് ഓഫ് എൻ്റർപ്രണർ. ഇതെന്താണ്? ഇതൊരു ഓൺട്രപ്രണറുടെ ബിഗിനിങ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഓൺട്രപ്രണർ അസസ് വാട്ട് വെൻ ആൻഡ് ഹൗ ടു സ്റ്റാർട്ട് എ വെഞ്ചർ. ഓൺട്രപ്രണർ അസസ് ചെയ്യാണ് എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ് ഒരു വെഞ്ചർ തുടങ്ങേണ്ടതെന്ന് അസസ് ചെയ്യുന്നതാണ്. എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ക്യാൻ ലീഡ് ടു സക്സസ്ഫുൾ ബിസിനസ്. ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും? നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ്സിന് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈസ് എ ഫേവറബിൾ സിറ്റുവേഷൻ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ഐഡൻറ്റിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് എനി ബിസിനസ്. ഏതൊരു ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ ഹെൽപ്സ് ഡെവലപ്പ് സ്ട്രോങ് ആൻഡ് വയബിൾ ബിസിനസ് ഐഡിയ. നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്തായാലും നമ്മൾ ബിസിനസ് ഐഡിയയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിരിക്കും. ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ അനലൈസിസ് ഓഫ് മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് കസ്റ്റമർ നീഡ്സും. ഇതെന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ട്രെൻഡ്സും കസ്റ്റമർ നീഡ്സും അനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ബിസിനസ് ട്രെൻഡ്സ് ഓഫറിങ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്ന ബിസിനസ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈങ് ട്രെൻഡ്സ് ക്യാൻ ഹെൽപ്പ് സ്പോട്ട് എമർജിങ് ഓപ്പർച്യൂണിറ്റി ഏർലി. നമുക്ക് ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും. അതിൽ പറയുന്ന വേറബിൾ ട്രെൻഡ്സ്, അതിൽ വരുന്ന ഫിറ്റ്നസ് ബ്രാൻഡ്, സ്മാർട്ട് വാച്ചസ്, നമുക്ക് ധരിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളുടെ മുകളിലുണ്ടാകുന്ന ട്രെൻഡ്സ്. അപ്പോൾ ഫിറ്റ്നസ് ബ്രാൻഡ്സ് തുടങ്ങുക, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചസ്, അങ്ങനെയൊക്കെയുള്ള നമ്മളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങുക. ഇനി ഗ്രീൻ ട്രെൻഡ് ആയിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ലൈക്ക് ഹൈബ്രിഡ് കാർഡ്സ്, ബയോ ഡീഗ്രേഡബിൾ പാക്കിംഗ്. അതുപോലെ പേയ്മെൻറ്റ് ട്രെൻഡ്സ് ആയിട്ടുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് Paytm, ബിൽഡെസ്ക്. ഇനി മേക്കർ ട്രെൻഡ്സ് ആയിട്ടുള്ള DIY ടൂൾസ് ലൈക്ക് മിൻറ്റി ബൂസ്റ്റ് ഫ്രം ബേസിക് മെറ്റീരിയൽസ്. മൊബൈൽ ട്രെൻഡ്സ്, ഹെൽത്ത് ട്രെൻഡ്സ്, IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതിൻ്റെ ട്രെൻഡ്സ്. അങ്ങനെ ഓരോ സെക്ടറിലുള്ള ട്രെൻഡ്സ് മനസ്സിലാക്കി അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തുക. അടുത്ത് ഐഡിയ ജനറേഷൻ മീനിങ് ആൻഡ് ടെക്നിക്സ്. വാട്ട് ഈസ് ഐഡിയ ജനറേഷൻ? എന്താണ് ഐഡിയ ജനറേഷൻ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ഐഡിയാസ്. പുതിയൊരു ഐഡിയ ക്രിയേറ്റിംഗ് ഡെവലപ്പിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. എനിവൺ കൺ ജനറേറ്റ് ഐഡിയ ത്രൂ സ്ട്രക്ചേർഡ് ടെക്നിക്ക്. ആർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐഡിയ ജനറേറ്റ് ത്രൂ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെക്നിക്കോട് കൂടി. ഇനി ഐഡിയയുടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഐഡിയ എന്നുള്ള വേർഡിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ I for identify opportunity, D for design into prototype, E for exclusive അഥവാ unique from others, A for acceptable to society, S for satisfies customer needs. അപ്പം ഐഡിയൻ്റെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്. ഇനി ടെക്നിക്സ് ഓഫ് ഐഡിയ ജനറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ഇൻഫോർമൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഓൾ ഐഡിയാസ് വെൽക്കം, നോ ക്രിറ്റിസിസം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇൻഫോർമൽ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. എല്ലാവരെയും ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷണിക്കപ്പെടുന്നുണ്ട്. അവിടെ ക്രിറ്റിസിസം ഒന്നുമില്ല. ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങുന്നതിൽ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇനി ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ബ്രെയിൻ സ്റ്റോമിംഗ് ബട്ട് റിട്ടൺ സൈലൻ്റ്ലി, എൻകറേജ് ഡീപ്പ് തോട്ട്സ്. ഇനി ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 8 to 40 പീപ്പിൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐഡിയ എന്ത് ചെയ്യും? ഒരു മോഡറേറ്റർ വെച്ച് ഐഡിയ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഇത് ഹെൽപ്ഫുള്ളാണോ? നമ്മൾ പ്രൊഡക്റ്റ് ഫീഡ്ബാക്കിനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി മൈൻഡ് മാപ്പിംഗ്, വിഷ്വൽ വെബ് ഓഫ് ഐഡിയാസ് അറൗണ്ട് എ സെൻട്രൽ തീം, സ്പാർക്സ് ക്രിയേറ്റീവ് തിങ്കിങ്. അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് ഐഡിയേഷൻ അഥവാ HIT. ഹ്യൂറിസ്റ്റിക് ഐഡിയേഷൻ അഥവാ HIT കമ്പൈൻ ഫീച്ചേഴ്സ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഇൻ എ ന്യൂ വേസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്കാമ്പേഴ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്, കമ്പൈൻ, അഡാപ്റ്റ്, മോഡിഫൈ, പുട്ട് ടു അതർ യൂസ്, എലിമിനേറ്റിംഗ്, റീഅറേഞ്ച്. ഇതൊക്കെ ഇതിനകത്ത് വരും. ഇനി പ്രോബ്ലം ഇൻവെൻട്രി അനലൈസ്, ആസ്ക് കസ്റ്റമർ ടു ഐഡൻറ്റിഫൈ ഇഷ്യൂസ് വിത്ത് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് കസ്റ്റമറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫ്രീ അസോസിയേഷൻ, വൺ വേർഡ് ട്രിഗേഴ്സ് എ ചെയിൻ ഓഫ് ന്യൂ ഐഡിയാസ്, CL or centered form.
അപ്പം ഇത്രയും ടെക്നിക്സാണ് എന്തിന് ഐഡിയ ജനറേഷനുള്ളത്. 8 സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രെയിൻ സ്റ്റോമിങ്, ബ്രെയിൻ റൈറ്റിംഗ്, ഫോക്കസ് ഗ്രൂപ്പ്, അങ്ങനെ 8 ടെക്നിക്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സോഴ്സ് ഓഫ് ബിസിനസ് ഐഡിയാസ്. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത് R&D, ഡെവലപ്പ് ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രൊഡക്ട്സ്. ഒന്നെങ്കിൽ പുതിയത് ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാം. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ഇൻവോൾവ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, എംപ്ലോയി ഇന്നോവേറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്, പേഴ്സണൽ പാഷൻ, എന്താണ് പറയുന്നത്, എക്സാമ്പിൾ വിരാട് കോഹ്ലീസ് ജിം, ചൈസൽ, ഇതൊക്കെയാണ് നമുക്ക് ബിസിനസ് ഐഡിയാസ് വരുന്ന സോഴ്സസുകളാണെന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഐഡിയ വരുന്നത്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ഇന്നോവേറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഹോബീസോ ഇൻട്രസ്റ്റ്, ഓരോ വ്യക്തിയുടെ ഹോബീസോ ഇൻട്രസ്റ്റോ വെച്ചിട്ട് ഒരു പുതിയ നമുക്ക് ബിസിനസ് ഐഡിയ കിട്ടുന്നതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വിരാട് കോഹ്ലീസ് ജിം. ഇനി എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമർ നീഡ്സ്. നമ്മൾ സർവേ നടത്തിയിട്ട് ഇൻ്റർവ്യൂ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് കസ്റ്റമർ നീഡ് അനുസരിച്ച് നമ്മളൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഇംപ്രൂവ് ഓർ മോഡിഫൈ ദം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഐഡിയ ഫ്രം റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. റീറ്റെയിലേഴ്സിനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ കിട്ടുന്ന ഐഡിയാസാണ്. ട്രേഡ് ജേർണൽസ്, അതുപോലെ എക്സിബിഷൻ ഫെയറിലൂടെ നമ്മൾ പുതിയ ടെക്നോളജി എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ് സ്കീം, ഇതിലൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾക്ക് ബിസിനസ് ഐഡിയാസ് കിട്ടുന്നത്. അടുത്ത സ്കാനിങ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ബിസിനസ് ഐഡിയാസ്. മീനിങ് ഓഫ് സ്ക്രീൻ നമുക്ക് ഒരുപാട് ബിസിനസ് ഐഡിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാം തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇവാലുവേറ്റ് ചെയ്യണം. അതിനാണ് സ്കാനിങ് ആൻഡ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പം സ്ക്രീനിങ് എന്ന് പറയുന്നത് നമുക്ക് വന്ന ബിസിനസ് ഐഡിയയെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് നടക്കാൻ സാധ്യതയുള്ള നല്ലൊരു ഐഡിയ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇറ്റ് ഈസ് ഫിൽറ്ററിങ് പ്രോസസ്. ഇതൊരു ഫിൽറ്ററിങ് പ്രോസസ്സാണ്. എലിമിനേറ്റ് വീക്ക് ആൻഡ് അൺപ്രോഫിറ്റബിൾ ഐഡിയാസ്. നമ്മൾ എന്ത് ചെയ്യും, വീക്കായിട്ടത് അൺപ്രോഫിറ്റബിൾ ഐഡിയാസ് എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് ഒഴിവാക്കും. അപ്പം ക്രൈറ്റീരിയ ഫോർ സ്ക്രീനിങ് നമ്മൾ ഐഡിയാസ് സ്ക്രീനിങ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അട്രാക്റ്റീവ്നെസ്. ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഡു ഐ എൻജോയ് ഡൂയിങ് ദിസ്. ഞാൻ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഐഡിയ ചെയ്യുന്നതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ? എബിലിറ്റി. ഡു ഐ ഹാവ് ദ റിക്വയർഡ് സ്കിൽ. എനിക്ക് അതിനുള്ള സ്കില്ലുണ്ടോ? പ്രാക്ടിക്കാലിറ്റി. ക്യാൻ ദിസ് ബി ഡൺ റിയലിസ്റ്റിക്കലി? മാർക്കറ്റ് ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഡിഫറൻഷിയേഷൻ, പ്രൈസ് പൊട്ടൻഷ്യൽ, റിസോഴ്സ് അവൈലബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് വന്നിരിക്കുന്ന ഐഡിയ സ്ക്രീനിങ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയയാണ്. ഇവിടെ 8 ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ല നമുക്കതിനുള്ള സ്കില്ലുണ്ടോ, നമുക്കത് നടത്താൻ സാധിക്കും, നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നതും ആൾക്കാർ വാങ്ങിക്കോ എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യനിങ് ഇവിടെ നടത്തുകയാണ്. സ്കോറിംഗ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് വർക്കബിൾ ബിസിനസ് ഐഡിയ. നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അത് വർക്കബിൾ ബിസിനസ് ഐഡിയ ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അപ്പം അതിനുള്ള ഫാക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഡിമാൻഡ്, നമ്മുടെ കസ്റ്റമർ എക്സിസ്റ്റ് ഉണ്ടോ, നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കിക്കാൻ അത് വാങ്ങാൻ കസ്റ്റമർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. റിസോഴ്സസ്, അതിന് ആവശ്യമായിട്ട് റോ മെറ്റീരിയൽസ്, ഇലക്ട്രിസിറ്റി, ലേബർ, ഇതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലോ കോസ്റ്റ് ആയിരിക്കണം, ബെറ്റർ പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കണം. അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഉറപ്പ് വരുത്തുക. ഓൺ ഫണ്ട്സോ അല്ലെങ്കിൽ ഫിനാൻസിങ് ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് ഉറപ്പ് വരുത്തണം. ഡിഫറൻഷിയേഷൻ, നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിനേക്കാൾ യുണീക്ക് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പ്രൊഡക്റ്റ് ആക്സെപ്റ്റൻസ്, ടെസ്റ്റ് ഇൻ സ്മോൾ മാർക്കറ്റ് ഫസ്റ്റ്. നമ്മൾ പ്രൊഡക്റ്റ് ഒരു ചെറിയ മാർക്കറ്റിൽ ഇറക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. ടെക്നിക്കൽ ഫീസിബിലിറ്റി, അതുപോലെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ആണോ എന്ന് നോക്കുക. ഗവൺമെൻറ് പോളിസീസ്, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് പറയുന്നത്. ഇനി ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അഥവാ NPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജേർണി ഫ്രം ഐഡിയ ടു മാർക്കറ്റാണ് NPD എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ടെസ്റ്റിംഗ്, പ്രോട്ടോടൈപ്പിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് ലോഞ്ചും. ഇനി സ്റ്റേജസ് ഓഫ് NPD എന്തൊക്കെയാണ്? ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് ഐഡിയ ജനറേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലേക്ക് ബ്രെയിൻ സ്റ്റോമിങ്, കസ്റ്റമർ ഇൻപുട്ട്. നമ്മൾ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടും ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ഫസ്റ്റ് ഐഡിയ ജനറേഷനിൽ വരുന്നത്. പിന്നീട് നമുക്ക് വന്ന ഐഡിയ സ്ക്രീൻ ചെയ്യുക, അതിനെ ഫിൽട്ടർ ചെയ്യുക. കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിങ്, അതിനെ പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക ആൻഡ് ടെസ്റ്റ് വിത്ത് കസ്റ്റമർ. മാർക്കറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റ് എ പ്ലാൻ, പ്രൈസിങ്, ഡിസ്ട്രിബ്യൂഷൻ, ബ്രാൻഡിങ്. ടെക്നിക്കൽ ആൻഡ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ്, മേക്ക് എ പ്രൊഡക്റ്റ്, പ്രിപ്പയർ മാർക്കറ്റിംഗ് പ്ലാനാണ് വരുന്നത്. ടെസ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് വാലിഡേഷൻ, പിന്നെ കസ്റ്റമൈസേഷൻ. ഇത്രയൊക്കെയാണ് സ്റ്റേജസ് ഓഫ് NPD എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയ ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ് സെലക്ഷൻ. നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റോ സർവീസ് സെലക്ട് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? മാർക്കറ്റ് പൊട്ടൻഷ്യൽ അറിയാം. ഈ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്
നമ്മളെ മാർക്കറ്റിൽ നടക്കുമോ, ആൾക്കാരത് വാങ്ങുമോ, ആൾക്കാരത് സ്വീകരിക്കുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കുക, ആക്സസ് ഓഫ് റിസോഴ്സസ്, ഫണ്ടിങ് അവൈലബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി, പ്രൊഡക്റ്റ് ആക്സെപ്റ്റൻസ്, ഗവൺമെൻറ് സപ്പോർട്ട്, ലോങ് ടേം ഫ്യൂച്ചർ, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ, കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മൾ പുതിയ പ്രൊഡക്റ്റോ സർവീസസോ ഇറക്കുന്ന സമയത്ത് മുമ്പ് ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ്. ഇനി ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഇൻ ന്യൂ വെഞ്ചർ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്? നമ്മളൊരു പുതിയ വെഞ്ചർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യൂണീക്നെസ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. യൂണീക്നെസ് അഥവാ USP എന്ന് പറയും. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റോ സർവീസിൻ്റെ മുകളിൽ അത് ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്ന, അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണോ സർവീസസ് ആണോ നമ്മൾ നൽകുന്നതെന്ന് നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ്, നോ ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിൽ എത്രത്തോളം പൈസ ചിലവാകും, എത്രത്തോളം പണം ആവശ്യമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. സെയിൽ ഗ്രോത്ത്, പ്രെഡിക്റ്റ് റവന്യൂ ഗ്രോത്ത് ഓവർ ടൈം. അതുപോലെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി, എൻഷുർ ടൈംലി പ്രൊഡക്ഷനും ഡെലിവറി ഉറപ്പുവരുത്തുക. കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്, നോ കസ്റ്റമർ പ്രിഫറൻസ്, ഹാബിറ്റ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. കസ്റ്റമറിൻ്റെ പ്രിഫറൻസും എക്സ്പെക്ടേഷൻസും ഹാബിറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഇൻ ന്യൂ വെഞ്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.